ഹായ് ഹലോ വെൽക്കം ടു ഇൻഫ്ലക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AE ഇൻസ്പെക്ടറേറ്റ് അങ്ങനെയുള്ള എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഒരു ചെറിയ പോർഷനാണ്. സോ ഇത് ഇലക്ട്രിക്കൽ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ചെറിയ ഒരു സെക്ഷനായ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസസിൽ വരുന്നൊരു പോർഷനാണ്. ഫ്യൂസ്, റിലേസ്, സർക്യൂട്ട് ബ്രേക്കർ, MCB അങ്ങനെ കുറേ ലിസ്റ്റസ് ഉണ്ട്. സോ അതിൽ നമ്മൾ ഫ്യൂസസ് എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫ്യൂസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും ഫ്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഫ്യൂസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സോ എ ഫ്യൂസ് ഇസ് എ ഷോർട്ട് പീസ് ഓഫ് മെറ്റൽ വിച്ച് ഈസ് ഇൻസേർട്ടഡ് ഇൻ സീരീസ് വിത്ത് എ സർക്യൂട്ട് which melts and excessive current flows through it. നമുക്കറിയാം, a fuse is a short piece of metal which is inserted in series with a circuit which melts and excessive current flows through it and thus breaks the circuit. നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഓവർ കറൻറ്റ് ഉണ്ടാകുമ്പോൾ ഫ്യൂസിൻ്റെ എലമെൻറ്റ് മെൽറ്റ് ചെയ്ത് കണക്ഷൻ ഇല്ലാണ്ടാവും. അങ്ങനെ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഫ്യൂസ് എലമെൻറ്റ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽസ് ഹാവിങ്, ഒരു ഫ്യൂസ് എലമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ കണ്ടക്ടിവിറ്റി, ലീസ്റ്റ് ഡിറ്റോറേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ. അപ്പോൾ എന്താണ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ കണ്ടക്ടിവിറ്റി, ലീസ്റ്റ് ഡിറ്റോറേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ. അപ്പോൾ ലീസ്റ്റ് ഡിറ്റോറേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ എന്ന് പറയുന്നത് സിൽവറിനും കോപ്പറിനുമാണ് ഓക്സീകരണം മൂലമുണ്ടാകുന്ന കേടുപാടുകൾ കുറവ്. സോ നമ്മളത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, which is inserted in series with the circuit to be protected. Under normal operating conditions, fuse element is at a temperature below the melting point. So it carries the normal current without overheating. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ നോർമൽ കറണ്ട് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. നോർമൽ കറണ്ട് ക്യാരി ചെയ്യും വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. വെൻ എ ഷോർട്ട് സർക്യൂട്ട് ഒക്കേഴ്സ് ഓർ ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് ഒക്കെ ചെയ്യുമ്പോൾ the fuse current through the fuse increases beyond the rated value. ഫ്യൂസിൽ കൂടെയുള്ള കറൻറ്റ് ഇൻക്രീസ് ചെയ്യും റേറ്റഡ് വാല്യൂവിനേക്കാളും. ഇത്രയാണ് ഇതിൻ്റെ റേറ്റഡ്, നമ്മൾ ഓരോന്നിനും ഓരോ റേറ്റഡ് വാല്യൂസ് ഉണ്ട്. സോ ആ റേറ്റഡ് വാല്യൂവിനേക്കാൾ ഇത് കൂടുതൽ ഇൻക്രീസ് ചെയ്യും. ദിസ് റേസസ് ദ ടെമ്പറേച്ചർ ആൻഡ് ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ്സ്. അപ്പോൾ എന്താ പറ്റുക, ഇത് ടെമ്പറേച്ചർ റേസ് ചെയ്യുകയും ചെയ്യും, ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ചെയ്യുകയും ചെയ്യും. ഡിസ്കണക്റ്റിംഗ് ദ സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ഇറ്റ്. അപ്പോൾ എന്ത് പറ്റും, അങ്ങനെ ഡിസ്കണക്ട് ചെയ്യും. In this way, fuse protects the machine and equipment from damage due to excessive currents. എക്സസീവ് കറൻസിൽ നിന്ന് നമ്മുടെ ഹൗസ് ഹോൾഡ്, ഇപ്പോൾ നമ്മൾ ഫ്യൂസ് ഉരുക്കി അത് മെൽറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വീണ്ടും ഹൈ കറൻറ്റ് വരും, എല്ലാ എക്യുപ്മെൻറ്റ്സും ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് ഫ്യൂസ് ആ കണക്ഷൻ, ഫ്യൂസ് മെൽറ്റ് ചെയ്തിട്ട്, ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലാണ്ടാക്കും. അങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കണം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് പ്രൊട്ടക്ഷൻ. ഏറ്റവും ചീപ്പസ്റ്റ്, പൈസ കുറവുള്ള ചീപ്പസ്റ്റ് ഫോം ഓഫ് പ്രൊട്ടക്ഷനാണ്. റിക്വയർ നോ മെയിൻ്റനൻസ്, പ്രത്യേകിച്ച് മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. എന്താണ്, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. ഇറ്റ് ക്യാൻ ബ്രേക്ക് ഹെവി ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ്സ് വിത്തൗട്ട് നോയ്സ്. ഹെവി കറണ്ട് ആണെങ്കിലും നോയ്സ് ഒന്നും ഉണ്ടാവാതെ തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ദ മിനിമം ടൈം ഓഫ് ഓപ്പറേഷൻ ക്യാൻ ബി മെയ്ഡ് മച്ച് ഷോർട്ടർ ദാൻ വിത്ത് എ സർക്യൂട്ട് ബ്രേക്കർ. അതായത് ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറ്റുക, ഡിറ്റക്ഷൻ എന്താണ്, ഒരു ഫ്യൂസിൻ്റെ ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രത്യേകത എന്താ, ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും, ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചിട്ട് എന്താണ്, ഈ ഫ്യൂസിൻ്റെ ഒരു ഫംഗ്ഷൻ സർക്യൂട്ട് ബ്രേക്കർ തരത്തില്ല. അതുമാത്രമല്ല, ഫ്യൂസിനേക്കാളും ടൈം കൂടുതലായിരിക്കും എടുക്കുന്നത്. ദ മിനിമം ടൈം ഓഫ് ഓപ്പറേഷൻ ക്യാൻ ബി മെയ്ഡ് മച്ച് ഷോർട്ട്. ഫ്യൂസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ടൈം നമുക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. നെക്സ്റ്റ്, ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. ഓൾറെഡി പറഞ്ഞു ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും, ഹൈ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഫ്രീ ഫ്രം ഡിറ്റോറിയേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ, ലോ കോസ്റ്റ്. ഇത് നാലുമാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. സോ ലോ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവുള്ള രണ്ട് മെറ്റീരിയൽ ടിന്നും ലെഡുമാണ്. ലെഡിനും ടിന്നിനുമാണ് മെൽറ്റിംഗ് പോയിൻറ്റ് കുറവ്. ഹൈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സിൽവറിനും കോപ്പറിനുമാണ്. ഫ്രീ ഫ്രം ഡിറ്റോറിയേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ ഇസ് ഓൾവേസ് സിൽവർ. ലോ കോസ്റ്റ് എന്ന് പറയുന്നത് ടിന്ന്, ലെഡ്, കോപ്പർ. സോ നമ്മൾ ഒരു ഫ്യൂസ് എലമെൻറ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ നമ്മൾ ടിന്ന്, ലെഡൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യും. ടിന്ന്, ലെഡ്, സിൽവർ, കോപ്പർ, സിങ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
പക്ഷെ നമ്മൾ സ്മോൾ കറൻറ്റൊക്കെയാണ് അപ് ടു 10 ആംപിയർ വരെയൊക്കെയുള്ളതാണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ടിൻ അല്ലെങ്കിൽ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡാണ് യൂസ് ചെയ്യുന്നത്. ആ അലോയ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ടിന്നിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ, 63%, ലെഡിൻ്റെ കണ്ടൻറ്റ് 37%. നമ്മളൊരു ലാർജർ കറൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പർ ഓർ സിൽവർ ആണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് നമ്മൾ യൂസ് ചെയ്യില്ല. സിങ്ക് ഡസ് നോട്ട് മെൽറ്റ് സോ ക്വിക്ലി. അതായത് സിങ്ക് ഉപയോഗിക്കാത്ത കാര്യം, പെട്ടെന്ന് ഓവർ കറൻറ്റ് ഉണ്ടായെന്നിരിക്കട്ടെ, സിങ്ക് പെട്ടെന്ന് ഉരുകി പോകത്തില്ല. സോ കറൻറ്റ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും നേരം പൊട്ടാണ്ട് നിൽക്കുമ്പോൾ എന്താ, ഈ ഹെവി കറൻറ്റ് സർക്യൂട്ട്സിലൊക്കെ എത്തി നമ്മുടെ എല്ലാ എക്യുപ്മെൻസും ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. സോ സിങ്ക് ഡസ് നോട്ട് മെൽറ്റ് സോ ക്വിക്ലി. അവിടെ ടൈം ലാഗ് ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ സിങ്ക് പ്രിഫർ ചെയ്യുന്നില്ല. പ്രസൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം പറയാം. പ്രസൻ്റ്ലി വി യൂസ് സിൽവർ. എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് സിൽവർ യൂസ് ചെയ്യാനുള്ള കാര്യം? ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഫ്രീ ഫ്രം ഓക്സിഡേഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിറ്റോറിയേറ്റ് വെൻ യൂസ്ഡ് ഇൻ ഡ്രയർ. പെട്ടെന്ന് ചീത്തയാവത്തില്ല. ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് സിൽവർ ഈസ് സോ സ്മോൾ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ വളരെ ചെറുതാണ്. സോ ദർ ഈസ് നോ ക്രിട്ടിക്കൽ ഫാറ്റിക് ഒക്കേഴ്സ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ ക്രിട്ടിക്കൽ ഫാറ്റിക് ഉണ്ടാവുന്നില്ല. അതെന്തെങ്കിലും therefore the fuse element can carry rated current continuous for a long time. അതായത് ഒരുപാട് എക്സ്പാൻഷൻ ചെയ്യുന്നത് വളരെ കുറവാണ്. അതായത് വീർത്ത് വരിക എന്ന് പറയത്തില്ല, എക്സ്പാൻഷൻ ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇതാവുന്നില്ല, ചീത്തയാവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കൂടുതൽ നേരം നമുക്ക് ആ എലമെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. ഹീറ്റ് ഉണ്ടാകും, പക്ഷെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം കൂടെ യൂസ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന അളവ് കുറവാണ്. പിന്നെ ദ കണ്ടക്ടിവിറ്റി ഓഫ് സിൽവർ ഈസ് വെരി ഹൈ. സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റി ഭയങ്കര ഹൈ ആണ്. ദെയർഫോർ ഫോർ എ ഗിവൺ റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എലമെൻറ്റ് ദ മാസ് ഓഫ് സിൽവർ മെറ്റൽ റിക്വയർഡ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ മെറ്റീരിയൽസ്. സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളൊരു മെറ്റീരിയലിനെ വെച്ച് നോക്കുമ്പോൾ സിൽവർ എടുക്കുന്ന എമൗണ്ട് വളരെ കുറവ് മതി. നമുക്ക് കണ്ടക്ടിവിറ്റി ഓൾറെഡി ഭയങ്കര കൂടുതലാണ്. സോ നമുക്ക് എടുക്കുന്ന മാസ്, അതിൻ്റെ അളവ് കുറവ് മതി ആസ് കമ്പയർഡ് ടു അതർ മെറ്റീരിയൽസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്യൂസസ്. നമുക്ക് 2 തരത്തിലുള്ള ഫ്യൂസസ് ആണുള്ളത്, ലോ വോൾട്ടേജ് ഫ്യൂസും ഹൈ വോൾട്ടേജ് ഫ്യൂസും. അതിൽ നമുക്ക് ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ലോ വോൾട്ടേജ് ഫ്യൂസ് എന്നുള്ളതാണ്. സോ ലോ വോൾട്ടേജ് ഫ്യൂസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്, സെമി എൻക്ലോസ്ഡ് റീവെയറബിൾ ഫ്യൂസ് ആൻഡ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി HRC ഫ്യൂസ്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി കാട്രിഡ്ജ് ഫ്യൂസ്. ഇതാണ് 2 ടൈപ്സ് ഓഫ് ഫ്യൂസ് എന്ന് പറയുന്നത്. സോ എന്താണ് സെമി എൻക്ലോസ്ഡ് റീവെയറബിൾ ഫ്യൂസ്? ഇപ്പോൾ സെമി എൻക്ലോസ്ഡ് റീവെയറബിൾ ഫ്യൂസിൻ്റെ വേറൊരു പേരാണ് കിറ്റ് കാറ്റ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് ഉണ്ടായിരിക്കും, ഒരു ഫ്യൂസ് കാരിയർ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ബേസ് ആൻഡ് ഫ്യൂസ് കാരിയർ. ബേസിസ് ഓഫ് പോസീലിയൻ ആൻഡ് ക്യാരീസ് ദ ഫിക്സഡ് കോണ്ടാക്ട്സ്. ബേസിൽ 2 ഫിക്സഡ് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും. അതിനകത്തോട്ട് നമ്മൾ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഫേസ് വയർ കണക്ട് ചെയ്യും. ബേസ് കൺസിസ്റ്റ് ഓഫ് 2 ഫിക്സഡ് contacts to which incoming and outgoing phase wires are connected. Fuse carrier is also posillion holes the fuse element. അപ്പോൾ ബേസിനകത്താണ് കോണ്ടാക്ട്സ് ഉള്ളത്, ഫ്യൂസ് കാരിയറിനകത്താണ് നമ്മൾ എന്ത് വെക്കുന്നത്, ഫ്യൂസ് എലമെൻറ്റ് വെക്കുന്നത്. നമ്മൾ ആ എലമെൻറ്റ്, നമ്മളൊരു സെമി എൻക്ലോസ്ഡ് റീവെയറബിൾ ഫ്യൂസ് ആണെങ്കിൽ നമ്മൾ ടിൻഡ് കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. ടിൻഡ് കോപ്പർ മീൻസ് കോപ്പറിനെ നമ്മൾ ടിൻ ചെയ്യും in order to protect it from oxidation. പിന്നെ ദ ഫ്യൂസ് കാരിയർ ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ഓർ ടേക്കൺ ഔട്ട് ഓഫ് ദ ബേസ് വെൻ ഡിസൈഡ്. നമുക്ക് ബേസിൽ നിന്ന് ഫ്യൂസ് കാരിയർ എടുക്കാൻ തിരിച്ചു വെക്കാം. വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ്, ഒരു ഫോൾട്ട് ഒക്കേർ ചെയ്യുമ്പോൾ ഫ്യൂസ് എലമെൻറ്റ് ഈസ് ബ്ലോൺ ഔട്ട് ആൻഡ് ദ കറൻറ്റ് ഈസ് ഇൻറ്ററപ്റ്റഡ്. ദ ഫ്യൂസ് കാരിയർ ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ദ ബ്ലോൺ ഔട്ട് ഫ്യൂസ് എലമെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ വൺ. അപ്പോൾ ഒരു ഹെവി കറൻറ്റ് വരുമ്പോൾ ഫ്യൂസ് എലമെൻറ്റ് പൊട്ടും. അപ്പോൾ നമുക്ക് ഫ്യൂസ് കാരിയർ ഊരിയെടുത്തിട്ട് ഫ്യൂസ് എലമെൻറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഫ്യൂസ് എലമെൻറ്റ് ഫ്യൂസ് കാരിയറിൽ വെച്ച് കൊടുക്കും. ദ ഫ്യൂസ് കാരിയർ ഈസ് ദെൻ റീഇൻസേർട്ടഡ് ഇൻ ദ ബേസ് ടു റീസ്റ്റോർ ദ സപ്ലൈ. കണക്ഷൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി തിരിച്ചു വയ്ക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂസ് കാരിയർ പെർമിറ്റ്സ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ ഫ്യൂസ് എലമെൻറ്റ് വിത്തൗട്ട് എനി ഡേഞ്ചർ ഓഫ് കമ്മിങ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ലൈവ് പാർട്സ്. അതായത് ഫ്യൂസ് കാരിയർ അലോ ചെയ്യുന്നുണ്ട് തിരിച്ചെടുത്തിട്ട് നമുക്ക് റീഇൻസേർട്ട് ചെയ്യാൻ വിത്തൗട്ട് എനി ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് ദ റീപ്ലേസ്മെൻറ്റ് ഈസ് നെഗ്ലിജിബിൾ. കോസ്റ്റ് എന്താണ്, ഒരു വയർ ഊരി മാറ്റാൻ അധികം കോസ്റ്റ് ഒന്നും ആവുന്നില്ല നമുക്ക്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, there is possibility of renewal by the fuse wire of wrong size or by improper material. നമ്മൾ ആ ഫ്യൂസ് എലമെൻറ്റ് മാറ്റി കൊടുക്കുമ്പോൾ റോങ് സൈസോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ മെറ്റീരിയലോ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഹാസ് ലോ ബ്രേക്കിംഗ് കപ്പാസിറ്റി.
സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ് ഓഫ് ഹൈ ഫോൾട്ട് ലെവൽ. ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെമി എൻക്ലോസ്ഡ് റീവയറബിൾ ഫ്യൂസിൻ്റെ ഒരു പ്രത്യേക ഡിസഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ഹാസ് ലോ ബ്രേക്കിംഗ് കപ്പാസിറ്റി. ദ ഫ്യൂസ് എലമെൻറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഡിറ്റോറേഷൻ ഡ്യൂ ടു ഓക്സിഡേഷൻ ത്രൂ കണ്ടിന്യൂസ് ഹീറ്റിംഗ് ഓഫ് ദ എലമെൻറ്റ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഡിറ്റോറേഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ഹീറ്റിംഗ് മൂലം. The protective capacity of the fuse element is uncertain as it affected by the ambient condition. അതായത് പ്രൊട്ടക്റ്റീവ് കപ്പാസിറ്റി അൺസർട്ടൈൻ ആണ്, ആംബിയൻ കണ്ടീഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ലോ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും അൺസർട്ടൈൻ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കപ്പാസിറ്റിയുമാണ്. ഇത് രണ്ടും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി കാട്രിഡ്ജ് ഫ്യൂസ് യൂസ് ചെയ്യും. എന്താണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി കാട്രിഡ്ജ് ഫ്യൂസ്. അപ്പോൾ ലോ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് the low breaking capacity and uncertain protective capacity of the semi-enclosed rewirable fuses can be overcome by using the high rupturing capacity cartridge fuse. So ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഇത് പറയുന്നത്, the primary objection of the low and uncertain breaking capacity of the semi-enclosed rewirable fuse or KitKat fuse can be overcome by the HRC cartridge fuse. ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. സെമി എൻക്ലോസ്ഡ് റീവയറബിൾ ഫ്യൂസ് എന്നാണ്, ഞാൻ സ്വിച്ച് എന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ഫ്യൂസാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹീറ്റ് റെസിസ്റ്റൻറ്റ് സെറാമിക് ബോഡി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് സെറാമിക് ബോഡി ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഹാവിങ് മെറ്റൽ എൻ ക്യാപ്സ്. ഇവിടെ ഒരു മെറ്റൽ എൻ ക്യാപ്സ്, രണ്ട് വശത്തും ഒരു മെറ്റൽ എൻ ക്യാപ്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു ഫ്യൂസ് എലമെൻറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്യൂസ് എലമെൻറ്റ് കാണാനായിട്ട് പറ്റും, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദ സ്പേസ് വിത്തിൻ ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് എ ഫില്ലിംഗ് പൗഡർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പേസിനകത്ത് നമ്മളൊരു ഫില്ലിംഗ് പൗഡർ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിംഗ് പൗഡർ, ഫില്ലിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ചോക്ക് ആകാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകാം, ക്വാർട്സ് ആകാം, മാർബിൾ ഡസ്റ്റ് ആകാം. ഇതെന്ന് പറയുന്നത് കൂളിംഗ് മീഡിയമായിട്ടും ആക്ട് ചെയ്യും, ആർക്ക് കൊഞ്ചിങ്, ആർക്കിനെ കെടുത്താനുള്ള, ആർക്കിനെ കൊഞ്ച് ചെയ്യാനുള്ള ഇതായിട്ടും ആക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ പ്രോസസ്സ്, അണ്ടർ നോർമൽ കണ്ടീഷൻസ് ഇറ്റ് ക്യാരീസ് ദ നോർമൽ കറൻറ്റ് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ് ദ കറൻറ്റ് ഇൻക്രീസസ് ബിയോണ്ട് ദ റേറ്റഡ് വാല്യൂ. അതായത് ഒരു ഇൻക്രീസ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യും. ആ സിൽവർ എലമെൻറ്റ് മനസ്സിലായല്ലോ, സിൽവർ എലമെൻറ്റ്, ഈ എലമെൻറ്റ് മെൽറ്റ് ചെയ്യും, സിൽവർ എലമെൻറ്റ് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യല്ലോ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ് എന്ത് ചെയ്യും, വേപ്പറൈസസ് ദ മെൽറ്റഡ് സിൽവർ. ആ ഉരുകിയ സിൽവറിനെ വേപ്പറൈസ് ചെയ്യും ഈ ഹീറ്റ് എന്ന് പറയുന്നത്. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സിൽവർ വേപ്പർ ആൻഡ് ദ ഫില്ലിംഗ് പൗഡർ മേ results in the formation of a high resistant substance which helps in the quenching of the arc. അപ്പോൾ ഒരു ഓവർ കറൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ സിൽവർ എലമെൻറ്റ് മെൽറ്റ് ചെയ്തു. ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് മെൽറ്റഡ് സിൽവറിനെ വേപ്പറൈസ് ചെയ്യും. പിന്നീട് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ വേപ്പറൈസ്ഡ് സിൽവർ ആൻഡ് ദ ഫില്ലിംഗ് പൗഡർ മേ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഹൈ റെസിസ്റ്റൻറ്റ് സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസ് ആണ് ക്വഞ്ചിങ് ഓഫ് ദ ആർക്കിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ക്യാപ്പബിൾ ഓഫ് ക്ലിയറിംഗ് ഹൈ ആസ് വെൽ ആസ് ലോ ഫോൾട്ട്. ദേ ഡു നോട്ട് ഡിറ്റോറേറ്റ് വിത്ത് ഏജ്. ദേ ഹാവ് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ദേ പ്രൊവൈഡ് റിയലബിൾ ഡിസ്ക്രിമിനേഷൻ. മീൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഇന്ന HRC ഫ്യൂസ് തന്നെയാണെന്നുള്ളത്. നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ദേ പ്രൊവൈഡ് റിയലബിൾ ഡിസ്ക്രിമിനേഷൻ. ദേ റിക്വയർ നോ മെയിൻ്റനൻസ്. ദേ ആർ വെരി ചീപ്പർ ദാൻ അതർ സർക്യൂട്ട് ഇൻ്ററപ്റ്റിംഗ് ഡിവൈസസ് ഓഫ് ഈക്വൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെമി എൻക്ലോസ്ഡ് റീവയറബിൾ HRC ഫ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറൻറ്റിനെതിരെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. HRC ഫ്യൂസ് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറൻറ്റിനെതിരെയുള്ള പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അത് ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ടു ബി റീപ്ലേസ്ഡ് ഈവൻ എവറി ഓപ്പറേഷൻ. അതാണ് ആഫ്റ്റർ ഈച്ച് ഓപ്പറേഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ആർക്ക് കൊഞ്ചിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്നുള്ളത് കൊണ്ട് പ്രശ്നം വരും. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആർക്ക് മേ എഫക്ട് ദ അസോസിയേറ്റഡ് സ്വിച്ചസ്. ആർക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അസോസിയേറ്റഡ് സ്വിച്ചസിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ലോ വോൾട്ടേജ് ഫ്യൂസ്, എന്താണ് ലോ വോൾട്ടേജ് ഫ്യൂസും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് അടുത്ത പാർട്ട് 2-ൽ കുറച്ച് റേറ്റിംഗ്സ് ഓഫ് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് റിലേറ്റഡ് ടു ഫ്യൂസിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസും, എന്താണ് ഹൈ വോൾട്ടേജ് ഫ്യൂസ്, എന്താണ് നമ്മുടെ ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും, പിന്നെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എൻ്റെ പാർട്ട് 2-ൽ കാണാം. താങ്ക് യു.